സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ 2 അത്ഭുതങ്ങൾ വായിക്കുകയാണ്. ഒന്ന്, ഈശോയെ ക്ഷണിച്ചു കൊണ്ടുപോകുന്നു സുഖപ്പെടുത്താൻ വേണ്ടി. 2, ഈശോ ഈ പോകുന്ന പോക്കിൽ പുറകിൽ നിന്ന് വന്ന് അവൻ്റെ വസ്ത്രത്തിൽ തൊട്ട് ഒരു സ്ത്രീ സുഖപ്പെടുന്നു. അത്രമാത്രം വിശ്വാസമായിരുന്നു. അവൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മതി, ഞാൻ സുഖം പ്രാപിക്കും. അവൾക്ക് മറ്റൊരു രക്ഷയുമില്ലായിരുന്നു. പലവിധ ചികിത്സകൾ അവൾ നടത്തിയതാണ്. ഇതവളുടെ ഫൈനൽ സ്റ്റേജാണ്, അല്ലെങ്കിൽ ഫൈനൽ പ്ലേസ് ആണ്. അതുകൊണ്ട് അവൾ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ടുകൊണ്ട് അവൻ്റെ വസ്ത്രത്തിൽ മുറുകെ പിടിച്ചു. നോക്കുക, യേശു പറയുകയാണ്, എന്നിൽ നിന്ന് ശക്തി ബഹിർഗമിച്ചിരിക്കുന്നു. ഈശോയെ തൊട്ടവരും സുഖപ്പെട്ടിരിക്കുന്നു. നമുക്കവൻ്റെ വസ്ത്രാഞ്ചലത്തിൽ ഒന്ന് പോയി തൊടാൻ പറ്റുമോ? വിശ്വാസത്തോടെ ദേവാലയത്തിൽ നിന്ന് കയറി ഒന്ന് മുട്ടുകുത്തി ഒരു ചുംബനം കൊടുക്കുമ്പോൾ, ആ ദേവാലയത്തിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ, ഈ സത്യത്തിൽ അതാണ് ചെയ്യുന്നത്. യെശയ്യായുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം പറയുകയാണ്, ദേവാലയം മുഴുവനും അവൻ്റെ വസ്ത്രാഞ്ചലം കൊണ്ട് നിറഞ്ഞിരുന്നു. നോക്കിക്കേ, അങ്ങനെ ആ ഒരു വിശ്വാസത്തോടെ ദേവാലയത്തിൽ പോയി ഒന്ന് മുട്ടുകുത്തി ഒന്ന് നമസ്കരിച്ച് ഒരു ചുംബനം കൊടുക്കാം അവൻ്റെ വസ്ത്രാഞ്ചലത്തിൽ. വിശ്വാസത്തോടെ നീ അത് ചെയ്യുമ്പോൾ നീ സുഖം പ്രാപിക്കും കേട്ടോ. അങ്ങനെ നമുക്ക് അനുഗ്രഹപ്രദമായ ഒരു ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, സഹായിക്കണേ. വിശുദ്ധ ഔഷപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.